ദ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഇന്ദുചൂഡന്റെ കൃഷ്ണപരുന്തും ചക്കിപ്പരുന്തും എന്ന ലേഖനത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൽ നമുക്ക് വളരെ സുപരിചിതമായ രണ്ട് പരുന്തുകളുടെ നിലനിൽപ്പിനെക്കുറിച്ചുള്ളൊരു ചർച്ചയിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. അതെ, ഒരേ താഴ്വഴിയിലുള്ള അടുത്ത ബന്ധുക്കളായിരുന്നിട്ടും കഴിഞ്ഞൊരു 30 വർഷം കൊണ്ട് കൃഷ്ണപരുന്തിന്റെ എണ്ണം വളരെ വലിയ രീതിയിൽ കുറഞ്ഞു. അതേസമയം ചക്കിപ്പരുന്തുകൾ നമ്മുടെ നാട്ടിലും നഗരങ്ങളിലും എണ്ണത്തിൽ കൂടുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ പഴയ പോലെ തുടരുകയോ ചെയ്യുന്നു. അപ്പോൾ ഒരേപോലത്തെ വെല്ലുവിളികൾ നേരിടുന്ന രണ്ട് പക്ഷികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ഭാവിയുണ്ടാകുന്നത്? അതാണ് നമ്മൾ ഇന്ന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രധാന ചോദ്യം. എന്റെ അഭിപ്രായത്തിൽ കൃഷ്ണപരുന്തിന്റെ എണ്ണത്തിലുണ്ടായ ഈ കുറവിന് പിന്നിലെ പ്രധാന വില്ലൻ DDT പോലുള്ള കീടനാശിനികൾ നമ്മുടെ പരിസ്ഥിതിയിലുണ്ടാക്കിയ ആഴത്തിലുള്ള ആഘാതമാണ്. ഇതൊരു പാരിസ്ഥിതിക ദുരന്തത്തിന്റെ സൂചനയായിട്ട് തന്നെ കാണണം. എന്നാൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അതിലൊരു ഭാഗം മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഓരോ പക്ഷിയുടെയും ഭക്ഷണരീതി, മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള അതിന്റെ കഴിവ്, പിന്നെ അതിജീവനത്തിനുള്ള തന്ത്രങ്ങൾ, ഇതിലൊക്കെയുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളാണ് ഈ എണ്ണത്തിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് പ്രധാന കാരണമെന്നാണ് ഞാൻ വാദിക്കാൻ പോകുന്നത്. ശരിയാണ്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിലെ പാടത്ത് കൃഷ്ണപരുന്തൊരു സ്ഥിരം കാഴ്ചയായിരുന്നു. മീൻ പിടിക്കുന്നവരുടെ കൂടെ ഒരു മടിയുമില്ലാതെ വന്നു നിൽക്കും. പക്ഷേ ഇന്ന് ആ കാഴ്ച തന്നെ ഇല്ലാതായി എന്ന് പറയാം. അപ്പോ കൃഷ്ണപരുന്തിന്റെ എണ്ണം ഇത്രയധികം കുറഞ്ഞത് നമ്മുടെ പരിസ്ഥിതിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട് എന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. ഇന്ദുചൂഡൻ ലേഖനത്തിൽ പറയുന്നതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇരപിടിയൻ പക്ഷികളുടെ എണ്ണം കുറഞ്ഞതിന് കാരണം DDT പോലുള്ള കീടനാശിനികളാണ്. ഈ രാസവസ്തുക്കൾ ജലാശയങ്ങളിൽ കലരുന്നു. അവിടെ നിന്നും മത്സ്യങ്ങൾ, തവളകൾ, ഞണ്ടുകൾ ഇവയുടെയൊക്കെ ശരീരത്തിലെത്തുന്നു. ഇതാണല്ലോ കൃഷ്ണപരുന്തിന്റെ പ്രധാന ഭക്ഷണം. ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ വിഷം പരുന്തിന്റെ ശരീരത്തിലെത്തുകയും ശരിക്കും പറഞ്ഞാൽ അവയുടെ പ്രത്യുൽപാദന ശേഷിയെ തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് കൃഷ്ണപരുന്തിന്റെ മാത്രം പ്രശ്നമല്ല, ഒരു ഭക്ഷ്യശൃംഖലയുടെ തകർച്ചയുടെ ലക്ഷണമാണ്. നിങ്ങൾ പറഞ്ഞ ആ ഒരു വൈകാരികമായ ബന്ധം എനിക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ വസ്തുതകളെ അങ്ങനെ വൈകാരികമായി സമീപിക്കരുത്. കീടനാശിനികൾ ഒരു പ്രശ്നം തന്നെയാണ്, ഞാനത് നിഷേധിക്കുന്നില്ല. പക്ഷേ DDT ആണ് പ്രധാന കാരണമെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഒരേ സ്ഥലത്ത് കാണുന്ന ചക്കിപ്പരുന്തിൽ ആ ആഘാതം കാണുന്നില്ല? ആ വിഷം പക്ഷികളിങ്ങനെ തിരിഞ്ഞുപിടിച്ചു ബാധിക്കുമോ? അതിൽ ലേഖനത്തിൽ എന്തെങ്കിലും സൂചനയുണ്ടോ? ഇല്ല. ചക്കിപ്പരുന്തുകൾ പട്ടണങ്ങളിലും നാട്ടിൻപുറത്തും ഒരുപോലെ പെരുകുന്നു എന്നത് അത് അവയുടെ അസാമാന്യമായ അതിജീവനശേഷിയെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ മാത്രം പഴിചാരിയാൽ ഈ രണ്ട് പക്ഷികൾ തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങൾ നമ്മൾ കാണാതെ പോകും. യഥാർത്ഥ കാരണം ഒരുപക്ഷെ ആ വ്യത്യാസങ്ങളിലായിരിക്കാം. നമുക്ക് ഈ വിഷയത്തെ ഒരു കുറ്റാന്വേഷണം പോലെ സമീപിക്കാം. കേസ്: കൃഷ്ണപരുന്തിന്റെ എണ്ണത്തിലുള്ള കുറവ്. പ്രധാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് DDT പോലുള്ള കീടനാശിനികളാണ്. അതിലേക്കുള്ള ആദ്യത്തെ തെളിവാണ് അവയുടെ ആവാസവ്യവസ്ഥ. കൃഷ്ണപരുന്തിന് ജലാശയങ്ങളോട് ഒരു പ്രത്യേക അടുപ്പമുണ്ട്. അവയുടെ ജീവിതം തന്നെ അതിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ടുതന്നെ ജലമലിനീകരണം അവയെ നേരിട്ട് ബാധിക്കുന്നു. ചക്കിപ്പരുന്തിന് അങ്ങനെ ഒരു പ്രത്യേക ആവാസവ്യവസ്ഥയോട് അത്ര വലിയൊരു ആശ്രയത്വമില്ല. അതുകൊണ്ടാവാം അവയുടെ നിലനിൽപ്പിന് വലിയ കോട്ടം തട്ടാത്തത്. ഒരു ജീവി അതിന്റെ സ്വാഭാവികമായ ചുറ്റുപാടിൽ ഭീഷണി നേരിടുമ്പോൾ അത് ആ ജീവിയുടെ കഴിവുകേടല്ല, മറിച്ച് ആ ചുറ്റുപാടിനുണ്ടായ നാശത്തിന്റെ ഫലമാണ്. കഴിവുകേട് എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കില്ല. പകരം മാറാനോ പൊരുത്തപ്പെടാനുള്ള കഴിവിന്റെ വ്യത്യാസം എന്ന് പറയാം. കൃഷ്ണപരുന്ത് ഒരു പഴയ തറവാട്ടിലെ കാരണവരെ പോലെയാണ്. തന്റെ ചിട്ടകളും ഭക്ഷണരീതികളും ഒന്നും മാറ്റാൻ തയ്യാറല്ല. ശുദ്ധജലത്തിലെ മീനും ഞണ്ടും തന്നെ വേണം. എന്നാൽ ചക്കിപ്പരുന്ത് അത് പുതിയ കാലത്തിനൊത്ത് ജീവിക്കാൻ പഠിച്ച ഒരു ചെറുപ്പക്കാരനെ പോലെയാണ്. പട്ടണത്തിലെ വേസ്റ്റ് കൊണ്ടുപോയിടുന്ന സ്ഥലത്തും ഹോട്ടലുകളുടെ പിന്നാമ്പുറങ്ങളിലും എവിടെയും അത് ഭക്ഷണം കണ്ടെത്തും. ശരിക്കും പറഞ്ഞാൽ ഒരു സ്പെഷ്യലിസ്റ്റും ഒരു ജനറലിസ്റ്റും തമ്മിലുള്ള വ്യത്യാസമാണിത്. പരിസ്ഥിതി മാറുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം വൈദഗ്ധ്യമുള്ള സ്പെഷ്യലിസ്റ്റിനേക്കാൾ പല കാര്യങ്ങൾ ചെയ്യാനറിയാവുന്ന ജനറലിസ്റ്റിനാണ് അതിജീവിക്കാൻ സാധ്യത കൂടുതൽ. പക്ഷേ ആ അഡാപ്റ്റേഷന് ഒരു നെഗറ്റീവ് വശം കൂടി ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നില്ലേ? നഗരങ്ങളിലെ മാലിന്യവും അഴുക്കും ഭക്ഷിച്ച് ജീവിക്കുന്ന ഒരു ജീവി ആരോഗ്യപരമായി എന്ത് വെല്ലുവിളികളാണ് നേരിടുന്നത്?
ഒരുപക്ഷെ കൃഷ്ണപ്പരുന്തിന്റെ പരിമിതിയെന്ന് നിങ്ങൾ പറയുന്നത് അതിന്റെ ഭക്ഷണത്തിലുള്ള ഒരു തരം ശുദ്ധിയാകാം. ആ ശുദ്ധിയുള്ള ആവാസവ്യവസ്ഥ ഇല്ലാതാകുമ്പോൾ അവയും ഇല്ലാതാകുന്നു. ഇതൊരു തരം പാരിസ്ഥിതിക സത്യസന്ധതയല്ലേ കാണിക്കുന്നത്? ചക്കിപ്പരുന്ത് അതിജീവിക്കുന്നത് മലിനമായ ഒരു സാഹചര്യവുമായി സന്ധി ചെയ്താണ്. അതിനെ ഒരു വിജയമായി കാണാൻ കഴിയുമോ? തീർച്ചയായും അതൊരു വിജയമാണ്. പരിണാമത്തിന്റെ കണ്ണിൽ അതിജീവനം മാത്രമാണ് വിജയം. ശുദ്ധിയോ സത്യസന്ധതയോ ഒന്നുമല്ല. ഒരു ജീവിക്ക് അതിന്റെ അടുത്ത തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതു വിജയിച്ചു. ചക്കിപ്പരുന്ത് അത് ഭംഗിയായി ചെയ്യുന്നുണ്ട്. കൃഷ്ണപ്പരുന്തിന്റെ ഭക്ഷണത്തിലെ ശുദ്ധി ഒരു നല്ല കാര്യമായിരിക്കാം. പക്ഷേ ആ ശുദ്ധമായ ഭക്ഷണം കിട്ടാതായാൽ അത് പട്ടിണി കിടന്നില്ലാതാകും. ചക്കിപ്പരുന്തൊരു പക്ഷേ അത്ര ആരോഗ്യകരമല്ലാത്ത ഭക്ഷണം കഴിക്കുന്നുണ്ടാവാം. പക്ഷേ അത് ജീവനോടെയുണ്ട്, പെറ്റുപെരുകുന്നുമുണ്ട്. അപ്പോൾ മാറുന്ന ലോകത്ത് അതിജീവിക്കാൻ വേണ്ടത് ഈ പ്രായോഗിക ബുദ്ധിയാണ്, അല്ലാതെ പഴയ ശീലങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതല്ല. നിങ്ങൾ ജലാശയങ്ങളെ ആശ്രയിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. അത് മനുഷ്യരുമായുള്ള അവയുടെ ബന്ധം എന്ന അടുത്ത പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. ലേഖനത്തിൽ പറയുന്നു, മീൻ പിടിക്കുന്നവരുടെ കാലിനിടയിൽ നിന്ന് പോലും കൃഷ്ണപ്പരുന്ത് മീൻ കൊത്തിയെടുക്കുമെന്ന്. ഇത് മനുഷ്യരുമായി പണ്ടുകാലത്തുണ്ടായിരുന്നൊരു വിശ്വാസത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും അടയാളമാണ്. എന്നാൽ മനുഷ്യർ അതേ ജലാശയങ്ങളിലേക്ക് രാസമാലിന്യങ്ങൾ ഒഴുക്കിവിടുമ്പോൾ ആ വിശ്വാസം തകരുകയാണ്. ഈ അടുപ്പം തന്നെ അവയ്ക്കൊരു കിണിയായി മാറുന്നു. നിരീക്ഷണം രസകരമാണ്. പക്ഷേ ഞാൻ അതിനെ കാണുന്നത് വേറൊരു തരത്തിലാണ്. കൃഷ്ണപ്പരുന്തിന്റെ മനുഷ്യരുമായുള്ള അടുപ്പം വളരെ സവിശേഷമായ ഒരു സാഹചര്യത്തിൽ ഒതുങ്ങുന്നു. അതായത് മീൻ പിടിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം. ഇതൊരു പരിമിതമായ സഹവർത്തിത്വമാണ്. എന്നാൽ ചക്കിപ്പരുന്തിന്റെ കാര്യം നോക്കൂ. അത് മനുഷ്യരുള്ള എവിടെയുമുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലും മാർക്കറ്റുകളിലും ഫ്ളാറ്റുകളുടെ മുകളിലും. അത് മനുഷ്യന്റെ സാന്നിധ്യത്തെ ഒരു ഭീഷണിയായിട്ടല്ല, മറിച്ച് ഒരു അവസരമായിട്ടാണ് കാണുന്നത്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായുണ്ടാകുന്ന ഭക്ഷണാവശിഷ്ടങ്ങളെ ആശ്രയിച്ച് ജീവിക്കാൻ അത് പഠിച്ചു. കൃഷ്ണപ്പരുന്തിന്റെ അടുപ്പം ഒരു പ്രത്യേകതരം നിഷ്കളങ്കതയാണെങ്കിൽ, ചക്കിപ്പരുന്തിന്റെ മനുഷ്യരുമായുള്ള സഹവാസം അതിജീവനത്തിനായുള്ള ഒരു ബുദ്ധിപരമായ തന്ത്രമാണ്. അത് കൂടുതൽ വ്യാപകവും ഫലപ്രദവുമാണ്. പക്ഷേ ആ തന്ത്രത്തിന് ഒരു സാമൂഹികമായ വിലയില്ലേ? കൃഷ്ണപ്പരുന്തിനെ നമ്മൾ ആരാധനയോടെയാണ് കാണുന്നത്, ഗരുഡനായി സങ്കൽപ്പിക്കുന്നു. അതിനൊരു സാംസ്കാരിക സ്ഥാനമുണ്ട്. ചക്കിപ്പരുന്തിനെയോ? അതിനെ വെറുമൊരു ശല്യമായി, കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കുന്ന ഒന്നായിട്ടാണ് പലരും കാണുന്നത്. മനുഷ്യരുമായി കൂടുതൽ ഇടപഴകിയത് ചക്കിപ്പരുന്തിന് അതിജീവിക്കാൻ സഹായകമായിരിക്കാം. പക്ഷേ അതതിന്റെ പദവി കുറച്ചില്ലേ? ഈ സാംസ്കാരികമായ വ്യത്യാസം പോലും അവയുടെ സംരക്ഷണത്തെ ബാധിക്കാം. ആളുകൾ കൃഷ്ണപ്പരുന്തിനെ സംരക്ഷിക്കാൻ കൂടുതൽ താൽപ്പര്യം കാണിച്ചേക്കാം. ആരാധനയും പദവിയുമൊന്നും ഒരു ജീവിയെ രക്ഷിക്കണമെന്നില്ല. ദിനോസറുകൾ ഒരു കാലത്ത് ഭൂമിയുടെ രാജാക്കന്മാരായിരുന്നു. എന്നിട്ടെന്തുണ്ടായി? മാറുന്ന സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ അവയ്ക്ക് വംശനാശം സംഭവിച്ചു. കൃഷ്ണപ്പരുന്തിനോടുള്ള നമ്മുടെ ആരാധന അതിന്റെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ആരാധന കൊണ്ട് എന്തു കാര്യം? അതേസമയം ആരും ആരാധിക്കാത്ത ചക്കിപ്പരുന്ത് സ്വന്തം നിലനിൽപ്പിനുള്ള വഴി സ്വയം കണ്ടെത്തുന്നു. ഒരു ജീവിയുടെ അതിജീവനം മനുഷ്യന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ ആശ്രയിച്ചല്ല, മറിച്ച് അതിന്റെ പൊരുത്തപ്പെടാനുള്ള കഴിവിനെ മാത്രം ആശ്രയിച്ചാണിരിക്കുന്നത്. ഇത് പ്രകൃതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമമാണ്. തകർക്കുന്നത് മുട്ടയുടെ തോടിന് കനം കുറയുന്നതും കുഞ്ഞുങ്ങൾ വിരിയാതിരിക്കുന്നതും പ്രത്യുൽപാദന ഹോർമോണുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നതുമെല്ലാം ഇതിന്റെ ഭാഗമാണ്. കൃഷ്ണപ്പരുന്തിന്റെ എണ്ണം കുറയുന്നതിന്റെ അടിസ്ഥാനപരമായ കാരണം ഇതായിരിക്കാം. ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണെങ്കിലും ജനിതകപരമായ ചെറിയ വ്യത്യാസങ്ങൾ പോലും ഇത്തരം രാസവസ്തുക്കളോടുള്ള പ്രതികരണത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താം. ഒരു പക്ഷേ കൃഷ്ണപ്പരുന്തിന്റെ ശരീരം ഈ വിഷവസ്തുക്കളോട് കൂടുതൽ ദുർബലമായി പ്രതികരിക്കുന്നതാവാം. ആ വാദം പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. കാരണം അതൊരു സാധ്യത മാത്രമാണ്, അല്ലേ? തെളിയിക്കപ്പെട്ട ഒരു വസ്തുതയല്ല. അങ്ങനെയൊരു പ്രത്യേക ദുർബലത കൃഷ്ണപ്പരുന്തിനുണ്ടെന്ന് ലേഖനത്തിലോ മറ്റു പഠനങ്ങളിലോ പറയുന്നില്ല. നമ്മൾ ഊഹിക്കുകയാണ്. ഇനി അഥവാ രണ്ട് പക്ഷികളെയും കീടനാശിനികൾ ഒരുപോലെ ബാധിക്കുന്നുണ്ടെന്ന് സങ്കൽപ്പിക്കുക. എന്നിട്ടും ചക്കിപ്പരുന്തിന്റെ എണ്ണം കൂടുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവയുടെ പ്രത്യുൽപാദന നിരക്ക് വളരെ മികച്ചതാണെന്നാണ്.
ഒരുപക്ഷെ അവയുടെ കൂടുകൂട്ടുന്ന രീതികൾ കൂടുതൽ സുരക്ഷിതമായിരിക്കാം, അല്ലെങ്കിൽ അവ കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടാവാം. അതുമല്ലെങ്കിൽ അവയുടെ കുഞ്ഞുങ്ങളുടെ അതിജീവന നിരക്ക് കൂടുതലായിരിക്കാം. അപ്പോ കൃഷ്ണപ്പരുന്തിന്റെ എണ്ണം കുറയുന്നതിനു പിന്നിൽ കീടനാശിനികൾ എന്ന ഒറ്റ കാരണത്തിനപ്പുറം അവയുടെ പ്രത്യുൽപാദന രീതികളിലെ എന്തെങ്കിലും പരിമിതികൾ കൂടിയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ കൂടുതൽ ആഴത്തിലുള്ള ഗവേഷണം ആവശ്യമാണെന്ന് ലേഖനം തന്നെ പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ഗവേഷണം ആവശ്യമാണ്. പക്ഷേ വ്യക്തമായ തെളിവുകൾ വരുന്നതുവരെ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാൻ പാടില്ല. ലോകമെമ്പാടുമുള്ള ഇരപിടിയൻ പക്ഷികളിൽ DDT ഉണ്ടാക്കിയ നാശം ഒരു തെളിയിക്കപ്പെട്ട വസ്തുതയാണ്. അപ്പോ ആഗോളതലത്തിൽ കണ്ടുവരുന്നൊരു പാറ്റേൺ നമ്മുടെ നാട്ടിലെ കൃഷ്ണപ്പരുന്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നു എന്നനുമാനിക്കുന്നതിൽ എന്താണ് തെറ്റ്? പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട മറ്റ് ഘടകങ്ങൾ ഒരുപക്ഷെ ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നുണ്ടാവാം. പക്ഷേ അടിസ്ഥാനപരമായ കാരണം ഈ രാസവസ്തുക്കൾ തന്നെയാണ്. അനുമാനിക്കുന്നത് തെറ്റല്ല, പക്ഷേ ആ അനുമാനം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുന്നത് തെറ്റാണ്. നമ്മളൊരു ഡോക്ടറെ പോലെ ചിന്തിക്കണം. ഒരു രോഗിക്ക് പനിയുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകാം. ഏറ്റവും സാധാരണമായ കാരണം വൈറൽ ഇൻഫെക്ഷൻ ആയിരിക്കാം. പക്ഷേ മറ്റു സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കാതെ അതിൽ മാത്രം ഉറച്ചുനിന്നാൽ ചിലപ്പോൾ വലിയ അപകടമാകും. ഇവിടെയും അതുപോലെയാണ്. കീടനാശിനികൾ ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ ചക്കിപ്പരുന്തിന്റെ വിജയം നമ്മളോട് പറയുന്നത് കഥ അത്ര ലളിതമല്ല എന്നാണ്. അവയുടെ ഭക്ഷണത്തിലെ വൈവിധ്യം, നഗരങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, ഒരുപക്ഷെ കൂടുതൽ കാര്യക്ഷമമായ പ്രത്യുൽപാദന രീതികൾ, ഇതെല്ലാം ചേർന്നാണ് അവയുടെ വിജയഗാഥ രചിക്കുന്നത്. സംഗ്രഹിക്കുകയാണെങ്കിൽ എന്റെ നിലപാട് വ്യക്തമാണ്. കൃഷ്ണപ്പരുന്തിന്റെ എണ്ണത്തിലെ കുറവ് ഒരു പാരിസ്ഥിതിക മുന്നറിയിപ്പാണ്. നമ്മുടെ ജലാശയങ്ങളും ഭക്ഷ്യശൃംഖലയും എത്രത്തോളം വിഷമയമായിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചകമാണിത്. കൃഷ്ണപ്പരുന്ത് ഒരു കാനറി ഇൻ എ കോൾമൈൻ പോലെയാണ്. അതിന്റെ തകർച്ച വരാനിരിക്കുന്ന വലിയൊരു ആവാസവ്യവസ്ഥയുടെ തകർച്ചയുടെ ലക്ഷണമാണ്. ഇതിന് ഒരു പക്ഷിയുടെ മാത്രം പ്രശ്നമായി ചുരുക്കി കാണുന്നത് വലിയൊരു വിപത്തിലേക്ക് കണ്ണടയ്ക്കുന്നതിന് തുല്യമാണ്. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരു യാഥാർത്ഥ്യമാണെന്ന് ഞാനും സമ്മതിക്കുന്നു. എന്നാൽ അതിനപ്പുറം ഈ വിഷയം പ്രകൃതിയുടെ അതിജീവന നിയമങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ പാഠം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒരു പരീക്ഷയാണെങ്കിൽ കൃഷ്ണപ്പരുന്ത് ഒരു സ്പെഷ്യലിസ്റ്റ് വിദ്യാർത്ഥിയെപ്പോലെ ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധിച്ചു. എന്നാൽ ചക്കിപ്പരുന്ത് ഒരു ജനറലിസ്റ്റിനെ പോലെ എല്ലാ വിഷയങ്ങളിലും ഒരുവിധം പിടിച്ചുനിന്നു. മാറുന്ന ലോകത്ത് വൈദഗ്ധ്യത്തേക്കാൾ പ്രധാനം പൊരുത്തപ്പെടാനുള്ള കഴിവാണ് എന്ന വലിയൊരു പാഠം കൂടിയാണിത്. കൃഷ്ണപ്പരുന്തും ചക്കിപ്പരുന്തും തമ്മിലുള്ള ഈ വ്യത്യാസം അതിനേറ്റവും നല്ല ഉദാഹരണമാണ്. ഏതായാലും കൃഷ്ണപ്പരുന്തിന്റെ എണ്ണം കുറയുന്നതിന് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെക്കുറിച്ച് ഇന്ദുചൂഡൻ സൂചിപ്പിച്ചതുപോലെ ഇനിയും ആഴത്തിലുള്ള പഠനങ്ങൾ ആവശ്യമാണ്. പാരിസ്ഥിതിക ആഘാതമാണോ അതോ അതിജീവനശേഷിയിലെ വ്യത്യാസമാണോ കൂടുതൽ നിർണായകമെന്നത് കൂടുതൽ വ്യക്തമാകേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിന്റെ സങ്കീർണതയും അതിലെ വ്യത്യസ്ത കാഴ്ചപ്പാടുകളും മനസ്സിലാക്കാൻ ഈ ചർച്ച സഹായിക്കുമെന്ന് കരുതുന്നു. കാരണം ഒരിക്കലും ലളിതമായിരിക്കില്ല. പല ഘടകങ്ങളുടെ ഒരു സങ്കലനമായിരിക്കും യഥാർത്ഥ ഉത്തരം. ആ ഉത്തരം കണ്ടെത്തേണ്ടത് നമ്മുടെ പ്രകൃതിയുടെ ഭാവിക്ക് അത്യാവശ്യമാണ്.